യൂത്ത് കോൺഗ്രസ് വ്യാജ ID കേസിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പ്രത്യേക സംഘമായി DIG ജയനാഥ് IPS അന്വേഷണ സംഘത്തെ നയിക്കും. ക്രൈംബ്രാഞ്ച് SP ജയശങ്കറിനാണ് മേൽനോട്ട ചുമതല. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, ടീമായിരിക്കുന്നു. ഈ അന്വേഷണത്തിന്റെ ഒരു ഗതി എന്താകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങളെന്ന് ഈ അന്വേഷണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടുന്ന ഒരു കാര്യം, ഇതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിട്ടുള്ള പരാതിയിലാണ് ഈ ക്രൈംബ്രാഞ്ച് ഇനിയിപ്പോൾ അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അതായത് മറ്റു പരാതികൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായി രാഷ്ട്രീയ നേതാക്കൾ ഉയർത്തിയിട്ടുള്ള അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ചില നേതാക്കൾ നൽകിയിട്ടുള്ള പരാതികളാണ്. അതായത് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് നൽകിയ പരാതി, BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ നൽകിയ പരാതി, യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയ ഭിന്നതയിൽ ഉടലെടുത്തിട്ടുള്ള പരാതികൾ, ഇത്തരം പരാതികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ നേരിട്ട് പോലീസിന് നൽകിയിട്ടുള്ള പരാതിയിലെടുത്ത കേസാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക. ഇനി മുതൽ ഒരുപക്ഷെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ പരാതി കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ തിരുവനന്തപുരം സിറ്റി DCP ആയിട്ടുള്ള നിതിൻ രാജിന്റെ മേൽനോട്ടത്തിലുള്ള സംഘമായിരുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അന്വേഷിച്ചിരുന്നത്. ഇതിനകത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിട്ടുള്ള പരാതിയിലെടുത്ത കേസാണ് ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക. മറ്റ് കേസുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോയാലും അത് നിലവിലുള്ള പ്രത്യേക പോലീസ് സംഘം തന്നെ അന്വേഷിക്കുമെന്നുള്ളതാണ്. ഇതിന്റെ ഒരു ടീം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. DIG ആണ് ഇതിന് നേതൃത്വം നയിക്കുക. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ DIG ജയനാഥ് IPS ആണ് നയിക്കുക. മേൽനോട്ടം ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള ജയശങ്കറിനാണ്. DYSP ജലീൽ തോട്ടത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഇനിയിപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും കാണേണ്ടുന്ന ഒരു കാര്യം, നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് 7 പേരെ പ്രതികളാക്കിയെങ്കിലും ഇതിൽ ചില ആളുകളെ ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടക്കം തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായി. ഇനി ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുമ്പോൾ അതിന്റെ അന്വേഷണം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടതിന് ആവശ്യകതയുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ക്രൈംബ്രാഞ്ച് നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. കാരണം പോലീസ് അന്വേഷണം എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കുക എന്നുള്ളതല്ല, ഇതിന്റെ ആദ്യം എവിടെ നിന്നാണോ അവിടെ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനി കൂടുതൽ ആളുകളെ, അതായത് നേരത്തെ തന്നെ മൊഴിയെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകളെ വീണ്ടും വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് പ്രധാനമായിട്ടും ചെയ്യുക. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടി നമുക്ക് ഇതിൽ കണക്കാക്കേണ്ടതുണ്ട്. അങ്ങനെ ആവുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയമായി തന്നെ പ്രതിപക്ഷത്തിന് പ്രതിരോധിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരും. നിലവിലുള്ള പോലെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസൊന്നുമല്ല, ഇത് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി, അതായത് പോലീസ് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള കേസാണ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു കേസാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ്. അപ്പോൾ അങ്ങനെ രാഹുലിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഹരി പറയുന്നത്. ഒറ്റ കാര്യം കൂടി ഹരി, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇന്ന് നിർണായക ദിനമാണ്. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വാദം കേൾക്കുന്നുണ്ട്. എപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ അപേക്ഷ പരിഗണിക്കുന്നത്? എത്ര കണ്ട് സാധ്യത അദ്ദേഹത്തിന് കാണുന്നുണ്ട്? സൈഫുദ്ദീൻ ഇപ്പോൾ തന്നെ 2 ജാമ്യാപേക്ഷകൾ, അതായത് ഒന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ എടുത്ത കേസിലുള്ള ജാമ്യാപേക്ഷയും മറ്റൊന്ന് DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലെടുത്ത കേസിലെ ജാമ്യാപേക്ഷയും രണ്ടും കോടതിയുടെ മുൻപിൽ വന്നതാണ്. പക്ഷേ അതിൽ DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലെ കേസെടുത്തിട്ടുള്ള ജാമ്യാപേക്ഷ മാത്രമാണ് കോടതി ഇപ്പോൾ നിലവിൽ പരിഗണിക്കാൻ ഒരുങ്ങുന്നത്. അടുത്തത്, അതായത് നിലവിൽ 22-ാം തീയതി വരെ രാഹുൽ റിമാൻഡിലുള്ള കേസിലെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ അല്പം കൂടി വൈകും. മറ്റെല്ലാ കേസുകളും പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും അക്കാര്യം പരിഗണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് 2 കേസിലും ഒരേ തരത്തിൽ വിധി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വിശദമായ വാദം കേൾക്കണമെന്ന് തന്നെ കോടതി ഇതിൽ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയാണെങ്കിൽ വിശദമായ വാദം കേട്ടതിന് ശേഷം ഇതിൽ വിധി പറയാനായി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തേക്ക് മാറ്റിവെക്കുകയൊക്കെ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇന്ന് 2 ജാമ്യാപേക്ഷകളും നിർണായകമാണ്. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ രാഹുലിനെ ജയിലിൽ തന്നെ തുടരേണ്ടി വരും. 2ലും ജാമ്യം ലഭിച്ചാൽ മാത്രമാണ് രാഹുലിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു അവസരം ഒരുങ്ങുകയുള്ളൂ. സൈഫുദ്ദീൻ.